പനമലയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്ക് മുകളിൽ കേട്ട ആ ശബ്ദത്തിന്റെ ഉടമകളെ നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് മേക്കര ഭാഗത്തേക്കായിരുന്നു. അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്ക് അടവിനയനാർ ഡാമിന്റെ ബോർഡ് കണ്ടു. ഡാം എന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിലൊരു ഡാമിന്റെ പിക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ റോഡിലേക്ക് കയറിയത് ശരിക്കും ഞെട്ടിപ്പോയി. രണ്ട് സൈഡിലും പച്ചപ്പാടങ്ങളും ചുറ്റും വരച്ചു വെച്ച പോലെ മലകള്. അത് കണ്ട വഴിക്ക് തന്നെ ആദ്യം പറഞ്ഞു അമ്മ ഹെവൻ എന്ന്. പെട്ടെന്ന് എനിക്ക് പാലക്കാട് കൊല്ലങ്കോടിന്റെ ഭാഗമൊക്കെ ഓർമ്മ വന്നു. ലൈൻ കമ്പിയിലൊക്കെ ചെറിയ ചെറിയ കിളികൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇരിക്കണ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ദൂരെ നിന്ന് നമുക്ക് ഡാമിന്റെ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ പാടത്തിന്റെ ഇടയിലൂടെയൊക്കെ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ നടന്നു. ചെറിയ കാറ്റ്, നല്ല കാലാവസ്ഥ, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ശാന്തമായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നൊരു ചായ കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് വൈബുള്ള ഒരു സ്ഥലമായിരുന്നു. ഗ്രാമത്തിന്റെ ഭംഗി മുഴുവൻ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും, അതായിരുന്നു അവസ്ഥ. അവിടെ നിന്ന് നേരെ നമ്മൾ ഡാമിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഡാമിന്റെ ഒരു മുഴുവൻ ഭംഗി കാണാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് വെള്ളമുള്ള സമയത്ത് വരണമെന്ന് ഞങ്ങൾ അപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. തെങ്കാശിയിൽ ഇനി ഒരുപാട് സ്ഥലങ്ങൾ ശരിക്കും കാണാനുണ്ട്. പക്ഷെ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ പോയത് കുറ്റാലം 5 ഫാൾസിലേക്കാണ്. അവിടെയും വെള്ളം കുറവായിരുന്നു. ഉള്ള വെള്ളത്തിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് കുളിച്ചിരുന്നത്. ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സൈഡൊക്കെ ഉണ്ട്. അപ്പൊ രാത്രിയായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിൽക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുനാണെങ്കിൽ വാട്ടർഫോളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറ്റാനും പാടാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വഴികൾ ഇനിയും ബാക്കിയാണ്, യാത്രകൾ ഇനിയും ബാക്കിയുണ്ട്.